കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനായിട്ടില്ലെന്ന് ഫയർഫോഴ്സ് റിപ്പോർട്ട്. തീപിടുത്തം സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. അപകടത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. തീപിടുത്തത്തിൽ കോർപ്പറേഷന്റെ അനാസ്ഥ ആരോപിച്ച് യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനായിട്ടില്ലെന്നാണ് ജില്ലാ ഫയർ ഓഫീസർ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. അപകടത്തിന്റെ കാരണം പോലീസ് ഫോറൻസിക് പരിശോധനയിലെ വ്യക്തമാകും. കെട്ടിടത്തിന്റെ വരാന്തയുൾപ്പെടെ കെട്ടിയടച്ചത് തീയണയ്ക്കുന്നതിന് പ്രതിസന്ധിയായെന്നും റിപ്പോർട്ടിലുണ്ട്. തീപിടുത്തം ചർച്ച ചെയ്യാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു. കോർപ്പറേഷൻ ജീവനക്കാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. അപകടം സംബന്ധിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. തീപിടുത്തത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. ഫോറൻസിക് പരിശോധന വേണം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധിക്കണം, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ആൾക്കാർ വന്നിട്ട് പരിശോധിക്കണം. ആ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ റിസൾട്ട് ഒന്നും നമുക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിന്റെ കാരണം? എന്ത് വീഴ്ച അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, എന്ത് വീഴ്ച കോർപ്പറേഷന്റെ ഭാഗത്ത് എന്ത് വീഴ്ച ഉണ്ടായത്, ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. വിവിധ വകുപ്പുകൾ നൽകിയ വിവരണങ്ങൾ ക്രോഡീകരിച്ച ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറും. തീപിടുത്തത്തിൽ കോർപ്പറേഷന്റെ അനാസ്ഥ ആരോപിച്ച് യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു. മേയറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മീഡിയ 1 കോഴിക്കോട്.